ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിലെ എയർ ട്രാഫിക് കൺട്രോൾ റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആകാശത്ത് ഒരേ സമയം നൂറുകണക്കിന് വിമാനങ്ങളാണ് ലാൻഡ് ചെയ്യാനുള്ള അനുമതിക്കായി കാത്തു നിൽക്കുന്നത്, അല്ലേ? എന്നാൽ താഴെ എയർ ട്രാഫിക് കൺട്രോളർ ഈ വിമാനങ്ങൾക്കെല്ലാം ഒരേ സമയം റൺവേ തുറന്നു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അവിടെ VIP-കൾക്കുള്ള വിമാനത്തിനോ വലിയ വിമാനങ്ങൾക്കോ അല്ല മുൻഗണന. ഇന്ധനം തീരാറായ വിമാനങ്ങൾക്കും മെഡിക്കൽ എമർജൻസി ഉള്ളവർക്കുമാണ് അവർ ആദ്യം ലാൻഡിംഗ് അനുമതി നൽകുക. കൃത്യമായ മുൻഗണനാക്രമം. നിങ്ങളുടെ ബിസിനസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ദിവസവും രാവിലെ ഓഫീസിലേക്ക് കയറുമ്പോൾ നൂറുകണക്കിന് പ്രശ്നങ്ങളും തീരുമാനങ്ങളുമാണ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി അനുമതി ചോദിച്ചു നിൽക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ വിളികൾ, സ്റ്റാഫിൻ്റെ സംശയങ്ങൾ, സപ്ലയർമാരുടെ ഡിലേ, ഇവർക്കെല്ലാം ഒരേ സമയം നിങ്ങളുടെ തലച്ചോറിന് അനുമതി നൽകിയാൽ എന്തായിരിക്കും അവസ്ഥ? വിമാനങ്ങൾ കൂട്ടിയിരിക്കുന്ന പോലെ നിങ്ങളുടെ ഫോക്കസ് പൂർണ്ണമായി തകരും. നമസ്കാരം, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച് ഓയിച്ച് റഹ്മാനാണ് സംസാരിക്കുന്നത്. സോ ടേക്ക് ദാറ്റ് പവർ, റൈറ്റ്? ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് സ്റ്റീഫൻ കെറിയുടെ ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന സീരീസിലെ മൂന്നാമത്തെ തത്വം, പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. ബിസിനസ്സിലും നമ്മുടെ ലൈഫിൽ, സൈക്കോളജിയിൽ നമ്മൾ ഇതിനെ ടൈം മാനേജ്മെൻറ്റ് എന്നല്ല, മറിച്ച് എനർജി മാനേജ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ബ്രെയിനിലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭാഗമായിട്ട് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ഇതിന് ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ കാര്യം. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ ബെല്ലടിച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കുമോ? അതിനെന്താ പറ്റില്ല. അപ്പോൾ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് ഒരു ദിവസം എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അത് നിങ്ങൾ ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കിട്ടണ ആ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ ചെയ്യണതേ. രാവിലെ മുതൽ പ്രാധാന്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളിൽപ്പെട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നാൽ ഉച്ചയാകുമ്പോഴേക്കും നിങ്ങളുടെ തലച്ചോറിന് ഡിസിഷൻ ഫെറ്റീഗ് എന്ന അവസ്ഥ സംഭവിക്കും. അതായത് നിങ്ങളുടെ ഇന്നർ എനർജി പൂർണ്ണമായും ചോർന്നിട്ടുണ്ടാവും. അതിനുശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട ബിസിനസ് തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിക്കാം. ഒരു യഥാർത്ഥ ലീഡർ സ്വന്തം എനർജി എവിടെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ബോധമുള്ളവനായിരിക്കും. സ്റ്റീഫൻ കോഫി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു മാട്രിക്സിലൂടെ 4 തിരിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ബിസിനസ് ജീവിതം മാത്രമല്ല, ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സിസ്റ്റമാണ്. അതിൽ ക്വാഡ്രന്റ് 1 അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, അടിയന്തരവും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്രൈസിസ്, ഡെഡ് ലൈൻ എത്തിയ പ്രൊജക്റ്റ്. മിക്ക ബിസിനസ്സുകാരും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എപ്പോഴും ഈ ഒരു ക്വാഡ്രന്റില്ല, അവർ എപ്പോഴും തീ അണക്കുന്ന ഫയർ ഫൈറ്റിംഗ് തിരക്കിലായിരിക്കും. അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ ഒരു ക്വാഡ്രന്റ് ഉണ്ട്, നോട്ട് അർജൻറ്റ് ഇല്ല ബട്ട് ഇമ്പോർട്ടൻറ്റ്. അടിയന്തരമല്ല എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. പുതിയ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ ടീമിന് ട്രെയിനിങ് കൊടുക്കുക. പല കമ്പനികളും പറഞ്ഞിട്ട് എന്താ പറയുക, ട്രെയിനിങ് കൊടുക്കാൻ ടൈമില്ല, ബിസിയാണ്. അതുപോലെ പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം ആരോഗ്യം നോക്കുക. ഇതൊന്നും ഇന്ന് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമോ? ആരും ചോദിക്കില്ല. ഇവിടെ നിങ്ങളുടെ ബിസിനസ് വരും. അല്ലെങ്കിൽ റാറ്റ് റേസ് എന്ന് പറയില്ല, ചക്രത്തിലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കും, എവിടെ എത്തൂല. മൂന്നാമത്തെ ഒരു ക്വാഡ്രന്റ് ഉണ്ട്, അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അടിയന്തരമാണ് പക്ഷെ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ. മറ്റുള്ളവരുടെ അനാവശ്യമായ ഫോൺ കോളുകൾ, ചില മീറ്റിങ്ങുകൾ, ഇത് നിങ്ങളുടെ സമയം മാത്രമല്ല നിങ്ങളുടെ ടീമിൻ്റെ, അത് മറ്റുള്ളവരുടെ സമയമായിട്ട് മാറുക. ഈ ക്വാഡ്രന്റ് 4 നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അടിയന്തരവും അല്ല, പ്രാധാന്യമില്ല. സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇങ്ങനെ സമയം കളയാം, അനാവശ്യമായ ഗോസിപ്പുകൾ. ഇതിലെ വലിയൊരു സത്യം എന്താണെന്നറിയോ? പരാജയപ്പെടുന്ന ബിസിനസ്സുകാർ തങ്ങളുടെ മുഴുവൻ എനർജിയും ചെലവഴിക്കുന്നത് ഈ ക്വാഡ്രന്റ് 1 ക്വാഡ്രന്റ് 3 എന്നാൽ വിജയിക്കുന്ന സംരംഭകർ തങ്ങളുടെ ബിസിനസ്, അവരുടെ ജീവിതം കൂടുതൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി എപ്പോഴും ക്വാഡ്രന്റ് 2 ഫോക്കസ് ചെയ്യുന്നു. അതായത് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നല്ല കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക എന്നതാണ് ഈ തത്വത്തിൻ്റെ ഏറ്റവും പ്രധാന പാഠം. മികച്ച കാര്യങ്ങളോട് യെസ് പറയാം. ഗുഡ്, വെരി ഗുഡ്, എക്സലൻ്റ് എന്നൊക്കെ പറയില്ല. എല്ലാറ്റിനും കൂടുന്ന കാണുമ്പോഴേക്കും യെസ് പറയരുത്. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ നോ പറയേണ്ടി വരും. എല്ലാ മീറ്റിങ്ങിലും നിങ്ങൾ ഇരിക്കണമെന്നില്ല, എല്ലാ കസ്റ്റമറെയും നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുക. ബാക്കിയുള്ളവ ഡെലിഗേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ ഏൽപ്പിക്കാം. ഇതിൽ നമുക്കൊരു ആക്ഷൻ സ്റ്റെപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇന്നത്തെ നിങ്ങളുടെ ഇന്നർ പവർ കൂട്ടാനുള്ള ടാസ്ക്, അത് നമ്മളിങ്ങനെ കേട്ടുപോകുന്ന കാര്യമില്ല. ഞാനായാലും ഈ പുസ്തകമൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കുക. അതിൽ നിന്നൊരൊറ്റ കാര്യം, അതായത് നിങ്ങളുടെ ക്വാഡ്രന്റ് 2 വരുന്ന, അതായത് ഈ 4 കോളങ്ങളിൽ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതിൽ ക്വാഡ്രന്റ് 2 വരുന്ന, നാളെ ചെയ്തെങ്കിലും കുഴപ്പമില്ലാത്ത, എന്നാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാവിക്ക് ഏറ്റവും
അനിവാര്യമായിട്ടുള്ള ഒറ്റ കാര്യമുണ്ടോ, കുറേ കാലമായിട്ട് നിങ്ങൾ നീട്ടിക്കൊണ്ടുള്ള കാര്യമുണ്ടോ? റൈറ്റ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഞാൻ രാവിലെ ഒരു പരിശീലനം നടത്തുന്നുണ്ട്, IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം. ഇപ്പം എന്താ ഉണ്ടാകുമെന്ന് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ്റെ പവർ അങ്ങോട്ട് കൂടും. ഫോക്കസ്, ക്ലാരിറ്റി, എനർജി. മടി എന്ന് പറഞ്ഞ സാധനം എവിടെ പോയി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം 10 മടങ്ങ് പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യ ടൈം രാവിലെ 7:30 മുതൽ 8:30 വരെ ഓരോ ദിവസവും നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് വന്ന് ഇരുന്നിട്ടാണ് ഇടൽ. മൈൻഡ് ട്യൂൺ ചെയ്തിട്ട്, നിങ്ങളുടെ ബോഡി ട്യൂൺ ചെയ്തിട്ട്, ഒരു മിനി ജിമ്മും കൂടിയാണ്. വ്യായാമം കിട്ടും, നല്ല വ്യായാമം കിട്ടും. പിന്നെ നിങ്ങളെ ഭാവിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനഃശക്തി അങ്ങോട്ട് കൂട്ടിത്തരും. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഈ നമ്പറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നാളെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാവിക്ക് ഏറ്റവും അനിവാര്യമായ ഒരൊറ്റ കാര്യം തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ ടീമിന് ട്രെയിനിങ് നൽകുന്നതാകാം, പുതിയൊരു മാർക്കറ്റിംഗ് പ്ലാൻ തയ്യാറാക്കുന്നതാകാം, നാളെ അതിരാവിലെ ഏറ്റവും എനർജറ്റിക് ആയിരിക്കുന്ന ആദ്യത്തെ 1 മണിക്കൂർ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇനി നമുക്ക് ഇപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതുവരെ 3 തത്വങ്ങളും നിങ്ങൾ സ്വയം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു. എന്നാൽ ജീവിതത്തിൽ, ബിസിനസ്സിൽ നമ്മൾ ഒറ്റക്കല്ലല്ലോ. ക്ലയൻസ് ഉണ്ട്, അല്ലേ, സ്റ്റാഫുകളുണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്. നമ്മൾ പലരുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ പലപ്പോഴും തർക്കങ്ങളുണ്ടാവാറുണ്ട്. ഒരാൾ ജയിക്കുമ്പോൾ മറ്റൊരാൾ തോൽക്കണം എന്നതല്ല ജീവിതത്തിലെയും ബിസിനസ്സിലെയും നിയമം. അല്ല, 2 പേർക്കും ഒരേ സമയം ജയിക്കാൻ കഴിയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള 4ാമത്തെ തത്വമാണ് തിങ്ക് വിൻ വിൻ. ഇതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും. അതുവരെ നിങ്ങൾ നിങ്ങളുടെ ക്വാഡ്രന്റ് 2-ൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം മുൻഗണന നൽകി നിൽക്കുക. ഓൾറൈറ്റ്. അപ്പോൾ ഓരോ ദിവസവും രാവിലെ 7:30 എന്നെ ശ്രവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഓർത്തോ. 1 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ വേറെ ലെവലായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ട്രാഫിക്കിലോ ചുമ്മാ ഇരിക്കായിരിക്കും. അപ്പോൾ ഓരോ ദിവസം 2 for me. Alright? See you in the next video. Thank you. Bye.